അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുമായുള്ള ഏറ്റവും വലിയ കരാർ അല്ലാഹുവിന്റെ തൗഹീദ് പാലിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിയായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അല്ലാഹുവിന് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണ് എന്ന് മുആദ് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദൂഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം അവർ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ്, ഒരാളെയും അവനിൽ പങ്കുചേർക്കാൻ പാടില്ല എന്നതാണ്. എന്താണ് അല്ലാഹു നൽകിയ വാഗ്ദാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത ഹദീസിൽ തന്നെ അതിന്റെ ബാക്കി വന്നിട്ടുണ്ട്. യാ മുആദ് അതദ്രി മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ് ഇൻ ഫഅലു ദാലിക്, അല്ലാഹുവിന്റെ അടിമകൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയാണ് എങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേലുള്ള അവകാശം, അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള ഔദാര്യം അതെന്താണ് എന്ന് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവിനും റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, വഹഖ്ഖുൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, അല്ലാഹു അവന്റെ അടിമകൾക്ക് നൽകിയിട്ടുള്ള അവകാശം എന്താണ്? അവർ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയാണ് എങ്കിൽ അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നതാണ്. ഒരാൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ബാധ്യത ജീവിതത്തിൽ നിറവേറ്റുകയാണ് എങ്കിൽ അയാൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതമായി ശിക്ഷിക്കപ്പെടുകയില്ല. എന്തെല്ലാം തിന്മകൾ അയാൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്നല്ലെങ്കിൽ അയാൾക്ക് അള്ളാഹു പുറത്തു നൽകും. ഷിർക്കിൽ താഴെയുള്ള അള്ളാഹുവിനോടുള്ള ഈ ഏറ്റവും വലിയ ബാധ്യത, അതിന് വിരുദ്ധമാകുന്ന ഷിർക്കൊഴികെയുള്ള അതിൽ താഴെയുള്ള എന്തൊരു തെറ്റാണ് എങ്കിലും അത് ഒരാൾ ചെയ്താൽ ഒന്നല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള ശിക്ഷ നരകത്തിൽ ലഭിച്ചതിന് ശേഷം അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, അതല്ലെങ്കിൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുകയും അയാൾ തീർത്തും നരകശിക്ഷ അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെ നരകത്തിൽ പ്രവേശിപ്പിക്കാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.